ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്ന് കപ്പ കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ? വലിയ സ്പെഷ്യൽ റെസിപ്പി ഒന്നല്ല കേട്ടോ, ഒരു സിമ്പിളായിട്ട് കപ്പ വെച്ചൊരു ചെറിയൊരു റെസിപ്പി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കപ്പ ദുബായ് വന്നിട്ട് വാങ്ങണത്. അപ്പം ഞങ്ങൾ ഈ ലാസ്റ്റ് സൺഡേ മദീനയിൽ പോയപ്പോൾ അവിടെ കപ്പ ഇരിക്കണത് കണ്ടേ. മിക്കപ്പോഴും കാണാറുണ്ട്, എന്നാൽ ഇത്തവണ വാങ്ങാനൊരു കൊതി തോന്നി. എന്നാൽ നാട്ടിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് റേറ്റ് വളരെ കൂടുതലാണ്. ഇവിടെ 1 കിലോ കപ്പക്കൊക്കെ ഓൾമോസ്റ്റ് 7 ദിർഹത്തിനോടൊക്കെ അടുപ്പിച്ചിട്ടുണ്ടേ. അപ്പം നാട്ടിൽ 180-190 റുപ്പീസൊക്കെ ആയി. നാട്ടിലൊക്കെ 40 രൂപക്കോ 50 രൂപക്കൊക്കെ അല്ലേ നമ്മൾ 1 കിലോ കപ്പയൊക്കെ വാങ്ങാറ്. അപ്പോൾ കപ്പയൊക്കെ വാങ്ങി വന്ന് ഏട്ടന് ലീവായതുകൊണ്ട് തന്നെ ഏട്ടൻ കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഏട്ടൻ നന്നായി കട്ട് ചെയ്ത് കുറേ എന്താ പറയുക, പല തവണയായി നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എനിക്ക് തന്നേ. അപ്പോൾ കപ്പ വെക്കാൻ വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. അമ്മ വെക്കുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ അമ്മേനോട് ചോദിച്ച് അമ്മ പറഞ്ഞെന്ന പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ നന്നായി കഴുകി ഒരു പാത്രത്തിലിട്ട് കുറച്ച് കുക്കറിൻ്റെ മൂടി ഇടാണ്ട് കുറച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചില ആൾക്കാർക്ക് ഇതിൻ്റെ ആ വെള്ളം വയറ്റിൽ പിടിക്കൂലത്രേ, കാരണം മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കിളച്ചെടുക്കുന്ന സംഭവമല്ലേ. അപ്പോൾ നന്നായി തിളപ്പിച്ച് അതിലെ വെള്ളം അരിപ്പ വെച്ച് ഊറ്റിക്കളഞ്ഞ് വീണ്ടും കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. 1-2 വിസിൽ മതി കേട്ടോ. ബട്ട് എൻ്റെ കുക്കർ 4 വിസിലടിച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെന്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും തേങ്ങയൊക്കെ ചിരകി വെച്ചു. ഇത് നമ്മൾ ഇത്തവണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിരവയാണേ, നല്ലൊരു ചിരവാട്ടോ. അപ്പോൾ അതിന് ശേഷം കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ ഇനി അത് നല്ല വറുത്തിടാമെന്ന് വിചാരിച്ചു. വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയൊഴിച്ച് നല്ലോണം കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് ഈ കപ്പ മാറ്റി വെച്ചേ. അപ്പോൾ നല്ല മണക്ക് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേങ്ങയൊക്കെ ഇടുമ്പോഴേക്കും. ബട്ട് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം എനിക്കും ഏട്ടനും കുറച്ച് കഴിക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.